വിശുദ്ധ കുർബാന ആരംഭിച്ചപ്പോൾ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് മൊബൈലെടുത്ത് അൾത്താരയിൽ വയ്ക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ലൈവായിട്ട് കുർബാന കാണുന്നവരത് പ്രത്യേകം ശ്രദ്ധിച്ച് കാണും. അച്ഛൻ ഇന്നലെ മൊബൈലെടുത്തത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കോവിഡ് ബാധിതനായി വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരു രോഗി ഒക്ടോബർ മാസം 1-ാം തീയതി അച്ഛന് ആ രോഗി തന്നെ ഓക്സിജൻ വലിച്ചു കിടക്കുന്ന അവസ്ഥ ഫോട്ടോ അച്ഛൻ്റെ മൊബൈലിലേക്ക് ഇട്ടിരുന്നു. ആ ഫോട്ടോ ഇന്നലെ കുർബാന തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഇന്നലത്തെ ബലി അർപ്പിക്കുന്നത് പ്രത്യേകം ഈശോ തോന്നിപ്പിച്ചു. അതുകൊണ്ട് ആ മൊബൈലെടുത്ത് വാട്സപ്പിൽ വന്ന ഫോട്ടോ സഹിതം അൾത്താരയിൽ വെച്ചിട്ടാണ് അച്ഛൻ ഇന്നലെ കുർബാന അർപ്പിച്ചത്. ആ കുർബാന കഴിഞ്ഞ് ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ആ രോഗി അദ്ദേഹത്തിൻ്റെ വിദേശത്തുള്ള ഭാര്യയ്ക്ക് ഫോൺ ചെയ്ത് വീഡിയോ തന്നെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് സംസാരിച്ചു. അദ്ദേഹത്തിന് വളരെ കുറവുണ്ടെന്ന് പറഞ്ഞു. ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ ഇന്നലെ വിളിക്കുന്നത് വരെ ആൾ ഫോൺ ഉപയോഗിച്ചിട്ടില്ല, വിളിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. ചന്ദ്രപുരാന് ഏറെ നന്ദി പറഞ്ഞ ഒരു ദിവസമാണ് ഇന്നലെ. പരിശുദ്ധ കുർബാനയുടെ സജീവ സാന്നിധ്യത്തിൽ നാം മുഴുവൻ വിശ്വാസത്തോടെ നമ്മൾ തന്നെ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുമ്പോൾ എത്ര അത്ഭുതകരമായിട്ട് ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നത് നമുക്ക് തന്നെ അനുഭവിക്കാൻ കഴിയുമെന്നതിൻ്റെ വലിയ ഒരു മനസ്സിലാക്കലിൻ്റെ ദിവസമായിട്ട് ഇന്നലത്തെ ദിവസം തീർന്നു. ആ വലിയ സന്തോഷം അച്ഛൻ പങ്കുവെച്ചുകൊണ്ടാണ് ഈ ബലി ആരംഭിക്കുക. ഒപ്പം കൊന്തയുടെ ആരംഭത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ പ്രദേശത്തും വളരെയേറെ കോവിഡ് അതിരൂക്ഷമായി തന്നെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് അച്ഛൻ അറിയാനിടയായത്. നമ്മുടെ തൊട്ടടുത്ത സമ്പാദൂർ പള്ളിയിലെ ബഹുമാനപ്പെട്ട വികാരിയച്ഛന് കോവിഡ് ബാധിതനായിരിക്കുന്നു. കൊച്ചച്ഛൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്കറിയാം, അവിടെ വളരെ പേര് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. 2 ആഴ്ചയ്ക്ക് അവിടെ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കില്ല എന്ന് വികാരിയച്ഛൻ അറിയിക്കുന്നതായിട്ട് ഓഡിയോ മെസ്സേജ് അതിന് കേൾക്കാനിടയായി. ഈ സാഹചര്യത്തിൽ നമ്മുടെ ഇടവയിലും 1-2 വീടുകളിലൊക്കെ അല്പവിഷമതകളുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് നമ്മൾ കുർബാനയ്ക്ക് ആരും തന്നെ വരണ്ട എന്നൊരു സന്ദേശം അച്ഛൻ ഇന്ന് കുർബാനയ്ക്ക് മുമ്പായിട്ട് ഇന്നലെ രാത്രി തന്നെ ഓഡിയോയും ഇന്ന് രാവിലെ എഴുതിയും ഗ്രൂപ്പിലേക്ക് ഇട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വലിയ വേദനയുള്ള അനുഭവമാണ്. പ്രത്യേകിച്ച് ഒക്ടോബർ മാസത്തിലെ 12 ദിവസങ്ങൾ പോലും ദേവാലയത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുന്നില്ല എന്നുള്ളത് അത് നമ്മളൊരു ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കേണ്ട. നമ്മുടെ ഹൃദയങ്ങൾ അത്രയും തീവ്രതയോടെ തമ്പുരാനെ വിളിച്ചപേക്ഷിക്കാനും ലോകം മുഴുവനുമുള്ള മനുഷ്യരുടെ വേദനയിൽ നാം മുഴുവൻ ആത്മാർത്ഥതയോടെ പങ്കുചേർന്നുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും കർത്താവ് ഒരുക്കിയിരിക്കുന്ന ക്ലേശപൂർണമായ ജനങ്ങളായി മാത്രം കാണുക. അതുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിലേറെ വേദനയോടെ വിശ്വാസത്തിൻ്റെ നിറവിൽ ഹൃദയത്തിൻ്റെ മുഴുവൻ വികാരങ്ങളോടെ നമുക്ക് ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം.
സ്വലോകത്തിൽ സർവേശനും സ്തുതിഗീതം. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനും സ്തുതിഗീതം. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനും സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങളങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. Thank you.
എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങയെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് തിമോഥെയോസ് എഴുതിയ 2 അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഗുരുവായി ശ്രമിച്ചത് നിശികാനന്ദനെ അനുഗ്രഹിക്കട്ടെ. ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ ശുദ്ധീകരിക്കുമെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗൃഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗവുമായ വിശുദ്ധ പാത്രമാകും. അതിനാൽ യുഗസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടി അകലുക. പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവയെ ലക്ഷ്യം വയ്ക്കുക. മൂഢവും ബാലിശവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത്. അവ കലഹങ്ങൾക്കിടയാക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കർത്താവിന്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്. എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം. എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം. സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണബോധ്യത്തിലേക്ക് മടങ്ങി വരാൻ ഒരുങ്ങുന്ന അനുതാപം ദൈവം അവർക്ക് നൽകിയെന്ന് വരാം. പിശാച് തന്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. സത്യവചനം നിത്യവചനം മഞ്ഞൾ രക്ഷയും തിരുവചനം. സത്യവചനം നിത്യവചനം മഞ്ഞൾ രക്ഷയും തിരുവചനം. ഇന്നലെയും എന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഇന്നലെയും എന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഹല്ലേലൂയ, 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 നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെ തിരുവചനങ്ങൾ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്.
ഉറകെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചുവെക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ തിരുവചനങ്ങളിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ സ്നേഹം പ്രധാനമായിട്ട് ഇന്നത്തെ വചനങ്ങളിൽ ഇടവകയിലെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട വചനം ലേഖനത്തിലെ അവസാനത്തെ വചനമാണ്. പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസ് എന്ന ശിഷ്യനോട് പറയുന്നത് ഇങ്ങനെയാണ്: പിശാച് തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവൻ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെയേറെ സ്ഥലങ്ങളിൽ പിശാചിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൽ സർപ്പം എങ്ങനെയാണ് ആദിമാതാപിതാക്കന്മാര് പാപ വഴികളിലേക്ക് നയിക്കുന്നതെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 11:4 ഉൽപ്പത്തിയിലെ സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നത് എങ്ങനെയാണ്: സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. ഉൽപ്പത്തി 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത് ദൈവം തന്നെ കായേനോട് പറയുന്നതായിട്ടാണ്. കായേൻ, പാപം നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. പാപത്തിനുള്ള പ്രേരണ നമുക്കറിയാം പിശാചിൽ നിന്നാണ് വരിക. നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെതായ പ്രേരണകൾ വളരെയേറെ ഉണ്ട്, പ്രലോഭനങ്ങൾ. ഈ പ്രലോഭനങ്ങൾ ഏതൊക്കെ മനുഷ്യർക്ക് എന്തുമാത്രം ഉണ്ടായി എന്നതിൻ്റെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പത്രോസിനെയും യൂദാസിനെയും ഒക്കെ എങ്ങനെയാണ് പിശാച് തന്ത്രപൂർവം കെണിയിൽപ്പെടുത്തിയതെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളും ഈ ഭൂമിയിൽ ഈ വലയത്തിൽ തന്നെയാണ് ജീവിക്കുക. യോഹന്നാൻ ശ്ലീഹ 1 യോഹന്നാൻ 5:19 പറയുന്നത് പോലെ ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ്. ഇന്നത്തെ കുർബാനയുടെ ആദ്യ പാട്ട് അന്ന് പെസഹ തിരുനാളിൽ എന്ന പാട്ട് പാടിയപ്പോൾ യോഹന്നാൻ 10:10 എന്ന വചനം ഈശോച്ചനെ ഓർമ്മിപ്പിച്ചു. ആ വചനം ഇതാണ്: കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. അത് എത്ര വ്യക്തമായി ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഓരോ ദിവസവും അത് നമ്മെ പേടിപ്പെടുന്ന യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നു. അതിന് തുടർച്ചയായിട്ട് ആ വചനത്തിൽ പറയുന്നത്: എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഈ ഓർമ്മപ്പെടുത്തലിന്റെ തുടർച്ചയായിട്ട് അച്ഛൻ്റെ മനസ്സിൽ വേറൊരു വാക്ക് കടന്നത്, ഈ നാളുകളിലൊക്കെ ഫോൺ ചെയ്യുമ്പോൾ അച്ഛൻ്റെ സ്വരത്തിലൊരു തരി വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കേൾക്കുന്നവർ അച്ഛനോട് വളരെ നിർബന്ധമാണ്, അച്ഛൻ ആവി വലിക്കച്ച ആവി വലിക്കച്ച എന്ന് പറയാറുണ്ട്. ഇന്നലെയും ചിലരങ്ങനെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ വന്ന വാക്ക് ആവി എന്നതാണ്. തമിഴ് വാക്കാണ്. തമിഴിൽ ആവി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്നാണ്. ഇന്നലെ കുർബാനയ്ക്ക് ആ രോഗിയുടെ ഫോട്ടോ അദ്ദേഹം തന്നെ
മെഡിക്കൽ കോളേജിൽ ഇന്റൻസീവിൽ കിടന്ന് അച്ഛനിട്ട ആ ഫോട്ടോ അച്ഛൻ അൾത്താരിയിൽ വെച്ച് ബലി അർപ്പിച്ചപ്പോൾ അച്ഛൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവാണ് ജീവൻ തരുന്നത്. ആ പരിശുദ്ധാത്മാവിനെ അങ്ങ് ഈ മനുഷ്യനിലേക്ക് അയക്കണേ, അവന് ജീവൻ തിരിച്ചു കൊടുക്കണേ. അദ്ദേഹത്തിൻ്റെ 3 മക്കളും കോവിഡ് രോഗികളായിട്ട് 3 സ്ഥലങ്ങളിൽ, ഭാര്യ വിദേശത്ത്, ആ കുടുംബം വീടടച്ചിട്ടിരിക്കുന്നു. കർത്താവ്, അങ്ങ് ആ മനുഷ്യനെ, ആ കുടുംബനാഥനെ ഈ നിമിഷം സ്പർശിക്കണേ. ആത്മാവാണ് ജീവൻ തരുന്നത്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അങ്ങ് ഈ നിമിഷം അയച്ച് അദ്ദേഹത്തെ സ്പർശിക്കണേ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ ഒരു മകള് ഇന്നലെ കോവിഡ് നെഗറ്റീവായിട്ട് ഇന്നലെ വീട്ടിലേക്ക് തിരിച്ചെത്തി. വൈകുന്നേരം രാത്രി ആയപ്പോഴും ഇച്ചിരി അനുഭവം വ്യക്തതയോടെ നിങ്ങളോട് പറയുക. നമ്മുടെ ഹൃദയത്തിൻ്റെ വിങ്ങലുകൾ, വേദനകൾ ഏറെ സ്നേഹത്തോടെ നാം തമ്പുരാന്റെ മുമ്പിൽ അർപ്പിക്കുമ്പോൾ എങ്ങനെ ദൈവം അതിന് നമുക്ക് വ്യക്തതയോടെ ഉത്തരം തരുന്നുവെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. പത്രോസ് ശ്ലീഹ കർത്താവെ രക്ഷിക്കണേ എന്ന് നിലവിളിക്കുമ്പോൾ ഈശോ പത്രോസിനെ കൈക്ക് പിടിച്ച് ഉയർത്തി, അല്പവിശ്വാസി, നീ സംശയിച്ചത് എന്തെന്ന് ചോദിക്കുന്നുണ്ട്. ഈ കോവിഡ് കാലത്തെ പല അവസ്ഥകൾക്കുള്ള പരിഹാര വഴികൾ കൂടി ഇന്നത്തെ സുവിശേഷത്തിലുണ്ട് എന്നത് അച്ഛൻ ഈ സുവിശേഷം വായിച്ചേക്കുന്നതിന് അത്ഭുതത്തോടെ ഓർത്തു പോവുകയായിരുന്നു. അതിൽ ആദ്യത്തെ കാര്യം, ഈ ഡോക്ടർമാർ ഉൾപ്പെടെ ഈ കാലത്ത് പറയുന്നത് എങ്ങനെയാണല്ലോ, നിങ്ങൾ ആവി വലിക്കണം, അതുപോലെ ഉപ്പുവെള്ളം കവിൾക്കൊള്ളണം. ഇന്നത്തെ സുവിശേഷത്തിൽ ആദ്യത്തെ വാചകം എന്താണ്? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പിന് ഉറകൂട്ടി പോയാൽ എങ്ങനെ വീണ്ടും ഉറകൂട്ടും? ഇന്നത്തെ ലോകം തന്നെ തിന്മയുടെ അവസ്ഥയിൽ നിന്ന് മോചനം പ്രാപിക്കാൻ നാം അവർക്ക് വേണ്ടി കൂടി ഉപ്പായി മാറേണ്ട വലിയൊരു വിളി. ഇന്നലെ ഈ ദിവസങ്ങളിലൊക്കെ അച്ഛൻ്റെ ചിന്തയിലുള്ള മനുഷ്യന് വേണ്ടി ഇന്നലെ ഈ അൾത്താരയിൽ ബലിയർപ്പിക്കാൻ തോന്നിക്കുമ്പോൾ ഈ ഉപ്പാകലിന്റെ ഭാഗമാണത്. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. ഈശോ പറഞ്ഞു, തന്നെ കുറിച്ച് തന്നെ ഈശോ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. അവിടുന്ന് നമ്മോട് പറയാണ്, നമ്മളും പ്രകാശമാണ്. പ്രകാശമാകാനും പ്രകാശമേകാനും വിളിക്കപ്പെട്ടവരാണ്. അതിന് നാം ഈ പ്രകാശം സ്വീകരിക്കണം. കഴിഞ്ഞ ദിവസം ഒരു യാത്രയ്ക്ക് പോയ കഥ പറഞ്ഞപ്പോൾ ഉണ്ടായൊരു അനുഭവം ഓർക്കുകയാണ്. ആ വീട്ടിലെ 3 മക്കളും അപ്പനും അമ്മയുമാണ്. ആ കുടുംബത്തിലെ അവർ തമ്മിലുള്ള വിഷമതകളെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ അവർ അടുക്കളയിലേക്ക് അച്ഛൻ കടന്നു ചെന്നു. അപ്പോൾ അവിടെ മനോഹരമായ ഒരു ഫ്രിഡ്ജുണ്ട്. അച്ഛൻ ആ കുടുംബനാഥയോടും മക്കളോടുമായിട്ട് പറഞ്ഞു, മക്കളെ, ഈ ഫ്രിഡ്ജ് വളരെ മനോഹരമാണ്, ഇതിൽ പല സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാൽ ഇതിലേക്ക് വൈദ്യുതി ചെന്നില്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ ഇത് വെച്ചാലും ഒരിക്കലും അത് സുരക്ഷിതമായിരിക്കില്ല. എന്ന് മാത്രവുമല്ല, കുറച്ച് ദിവസങ്ങൾ കറണ്ട് അതിലേക്ക് ചെന്നില്ലെങ്കിൽ അതിലുള്ള നല്ല സാധനമെല്ലാം വളരെ ചീത്തയാകും. നമ്മുടെ ജീവിതത്തിലേക്ക് ഇതുപോലെ എത്ര നല്ല മനുഷ്യരാണെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധം നമ്മിൽ നിന്ന് വിട്ടുപോയാൽ, ഇല്ലാതായാൽ, നമ്മിലുള്ള നന്മകളൊക്കെ തന്നെ തിന്മയായിട്ട് പോലും മാറും. നീ ബലിയർപ്പിക്കുമ്പോൾ കർത്താവ്, ഞങ്ങളെപ്പോലും സാത്താൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി ചിലപ്പോഴൊക്കെ എടുത്ത് ഉപയോഗിച്ചു പോയിട്ടുണ്ട്. സുബോധം വീണ്ടെടുത്ത് തിരിച്ചു വരാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ എന്ന് ലേഖനത്തിലെ ആദ്യത്തെ വാചകം നമ്മെ ഒന്നുകൂടി ചിന്തിപ്പിക്കുന്നതാണ്. അപ്പസ്തോലൻ പറയുകയാണ്, ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗ്രഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗയോഗ്യവുമായ വിശുദ്ധ പാത്രമാകും. കർത്താവെ, ഞങ്ങളെ വിശുദ്ധ പാത്രങ്ങളാക്കണേ.
അനനിയാസിന് ക്രിസ്തു ശിഷ്യനോട് സാവൂളിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് മടി പറയുന്ന, തടസ്സം പറയുന്ന അനനിയാസിനോട് കർത്താവ് പറയുന്നൊരു വാചകമുണ്ട്. പൗലോസിനെ കുറിച്ച്, സാവൂളിനെ കുറിച്ച്, അവൻ എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ്. കർത്താവിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രങ്ങൾ എന്ന രീതിയിലാണല്ലോ ഇന്നത്തെ ഈ ബലിക്ക് നിങ്ങൾ ഇത്രയും പേരെത്തിയത്. അച്ഛൻ ഇട്ട ഓഡിയോയും എഴുതിയിട്ട് രണ്ടും സന്ദേശങ്ങളും നേരത്തെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വരാൻ സാധിക്കില്ലായിരുന്നു. അപ്പം നിങ്ങളത് കാണാതെ നിങ്ങൾ എത്താനിടയായത് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട പാത്രങ്ങൾ എന്ന രീതിയിലാണ്. കർത്താവെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണേ. ഇനിയുള്ള നാളുകൾ ഞങ്ങൾ വീട്ടിലിരുന്ന് തന്നെ ഞങ്ങൾ ഈ ബലിയിൽ പങ്കുചേരുമ്പോൾ ദേവാലയത്തിലായിരുന്നാലെന്ന പോലെ തന്നെ ഏറ്റവും സജീവമായ അങ്ങയുടെ തിരുബലിയിൽ പങ്കുചേരാൻ അനുഗ്രഹീതരാകാൻ, ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കുന്ന കാഴ്ചകൾ ഞങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങളും കൂടുതൽ അനുഗ്രഹീതരാകാൻ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബലി തുടരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടുന്ന കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേലധികാരികളിൽ അങ്ങേ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏരിയ ചൂഷണതയോടും മൂശധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താബോർ മലയിൽ വെച്ച് രൂപാന്തരം പിടിക്കുകയും നിന്റെ മഹത്വം കൊണ്ട് ഭീതി കൊണ്ട വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവെ, വീട്ടു ദിവസത്തിൽ മഹത്വപൂർണ്ണമായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് അതിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അക്രമം കൈയൊഴിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മൂച്ച് നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിലുപദേശനുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവായ മാർ ആന്റണി മെത്രാനെയും സഭാധ്യക്ഷന്മാരെവരെയും അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഉദ്ധാന പ്രതീക്ഷയുമായ മിശിഹായെ, നീ കുരിശടയാളത്തോടുകൂടി വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ നിന്റെ വലതുഭാഗത്ത് അണിനിരക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ കർത്താവായ ദൈവമേ, കൊറോണ വൈറസിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഭയപ്പെടേണ്ടത് തിന്മയുടെ അരൂപിയെയാണെന്ന് അവിടുന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളോട് അരുളി ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങളുടെ ശരീരത്തെ കൊല്ലാൻ കഴിയുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, എന്നാൽ നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ ജീവനെ നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടണമെന്ന്. കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെക്കാൾ ഉപരി ഞങ്ങളുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന പാപത്തിൻ്റെ, പൈശാചികതയുടെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, പ്രതികാരത്തിൻ്റെ, നിരാശയുടെ, ആസക്തികളുടെ എല്ലാത്തരം അരൂപികളെയും വൈറസുകളെയും നിർവീര്യമാക്കാൻ അവിടുന്ന് തിരുവുള്ളമാകണമേ. അതിനായി ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കാൻ, അനുതാപപൂർണമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ, ബലിയർപ്പിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായ മിശിഹായെ, ദൈവദൂതന്മാരാൽ പരിസേവിതനായി കുരിശടയാളത്തോടുകൂടി വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരോടൊന്നിച്ച് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പെസഹ രഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം.
കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അതിൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കൈവായ്പ വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അതിനാൽ കർത്താവെ, അങ്ങയുടെ ദാനം ഞങ്ങളിൽ ഫലമണിയാൻ വരം തരണമേ. ഞങ്ങളെയും അങ്ങയുടെ സ്വന്തമായ ഈ ജനത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കൃപ നമ്മുടെ കൈപാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും എൻ സർവ്വമോഹങ്ങളും. ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും എൻ സർവ്വമോഹങ്ങളും. എന്നെയും എൻ സർവ്വമോഹങ്ങളും. അങ്ങേ ആരാധ്യമായ തത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തൻ്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹായുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം വരെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അർപ്പിക്കപ്പെടണം എന്ന കൽപ്പനയനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ ഇവ സജ്ജീകരിക്കപ്പെടുന്നു. അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്കർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ എൻ്റെ പിതാവേ, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അങ്ങേക്ക് സമർപ്പിക്കുവാൻ ഭാവിയായിരുന്നിട്ടും എന്നെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യനാക്കി. അങ്ങയുടെ അജഗണമായ ജനത്തിന്റെ കരങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ലോകം മുഴുവന്റെയും അനുരഞ്ജനത്തിനും എല്ലാ സഭകളുടെയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഞാനിവ അനുഷ്ഠിക്കുന്നു. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സകലത്തിലെയും നാഥനായ ദൈവം തന്റെ അഭിഷിക്തരെ നമ്മെ ഈശ്വരനാക്കി
സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അയോഗ്യരും പാപികളുമായിരുന്നിട്ടും അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ പരികരണത്തിന് ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ ക്ഷണിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയും ഭയബന്ധിതജനകമായ നിമിഷങ്ങൾ കൂതാശ്രയിപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമർമ്മമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക നൽകുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹവും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖിലചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിക്കൂ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യവും മഹനീയവുമായ നാം എല്ലാ സ്വരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ദാവീദാത്മജ
ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങളിപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ ഭക്ഷിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുന്നു. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന്. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും മാർ ആന്റണി മെത്രാപ്പൊലീത്തായ്ക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വേണ്ടി ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയെ പ്രീതിപ്പെടുത്തിയ നീതിമാന്മാരായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ.
ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം പ്രതീക്ഷിക്കുന്ന ഈ സമൂഹത്തിൽ ഈ ഇടവക മുഴുവനും വേണ്ടിയും ലോകം മുഴുവനുമുള്ള എല്ലാ രോഗികൾക്കും അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടിയും ബലഹീനനും പാപിയുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഈ തിരുശരീര രക്തങ്ങൾ വിശുദ്ധ ബലിപീഠത്തിൽ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും ഈ സമർപ്പണം വഴി അങ്ങയെ പ്രസാദിപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവദനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്നും ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായിലെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം ഭക്ഷിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ എല്ലാ സ്ഥലത്തും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശുദ്ധരായി ആദരപൂർവ്വം പ്രവർത്തിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസന്മാരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവകവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധമനോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. പരിമള സസ്യങ്ങളെയും സുഗന്ധദ്രവ്യങ്ങളെയും നാഥാവാഗ്ദാന പേടകത്തിന്റെ കൂടാരത്തിൽ ശ്രേഷ്ഠ പുരോഹിതനായ അഹരോൻ അർപ്പിച്ച ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനയും ധൂപം അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്നേഹത്തിന്റെ ദിവപരിമളത്താൽ എന്നെ സുഗന്ധപൂരിതനാക്കണമേ. വഴി തെറ്റിപ്പോയി ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലടിയനായ കർത്താവെ, അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്ത തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷകനെയും അങ്ങയുടെ കാരുണ്യം കാത്തു നിൽക്കുന്ന ഈ ജനങ്ങളെയും സുഗന്ധപൂരിതരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കല്ലറയുടെ സാദൃശ്യമായ
ഈ വിശുദ്ധ ബലിപീഠത്തെയും സുഗന്ധപൂരിതമാക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, അങ്ങയുടെ നാമത്തിന് എപ്പോഴും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിലും പ്രവാഹമശരണത്തോടെ അപരാധങ്ങളും പിന്തുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ബോധവീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിലും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കുമാമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും കുറ്റങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിർമ്മല ഹൃദയത്തോടും പ്രസന്നവദനത്തോടും മനോവിശ്വാസത്തോടും കൂടെ എപ്പോഴും അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ പ്രസാദവരും നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരനെ, ഇതാ നമുക്കായി സ്വർഗീയ വിരുന്നൊരുക്കിയിരിക്കുന്നു. ഇതെല്ലാം കൊള്ളുന്ന നമ്മെ ദൈവം എന്നേക്കുമായി തന്റെ രാജ്യത്തിന് അവകാശമാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും വിവേകവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കെടുക്കുവാൻ യോഗ്യരാകണം നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനന്യമായ ദാനത്തെക്കുറിച്ച് കർത്താവേ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളുടെ മേൽ അവിടുന്ന് വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ച ഈ കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ, ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങയുടെ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധമായ
ലോകരക്ഷകനായ ഈശോ, വൈദികരുടെ രാജ്ഞിയായ മറിയമേ,